ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്ന് ബാബ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ അന്നുണ്ടായിരുന്ന ജാതി കോമരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ജാതിയല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത ക്രമീകരണമാണ്. അത് അദ്ദേഹം പറയാൻ കാരണമുണ്ടായിരുന്നു. അത് നമ്മളെപ്പോലും അദ്ദേഹം പഠിപ്പിച്ചു. ജാതി മത ചിന്തകൾ കൊണ്ട് അധിഷ്ഠിതമായിരുന്നു നമ്മുടെ സമൂഹം. ഇപ്പൊ നിങ്ങൾ അവർ പുതുക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ ഒരു കാലത്ത് പുതുക്രിസ്ത്യാനികളായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നമ്മൾ ഒരേ അപ്പത്തിന്റെ അംശങ്ങളാണെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ഈ സഭയിൽ അനുഗ്രഹീതമായ ഒരു ഭാവി ഉണ്ടാകൂ എന്ന് ബാബ പഠിപ്പിച്ചു. അതിനുവേണ്ടി ധനമുള്ളവരോട് പോരാടാനുള്ള ആത്മധൈര്യം, അല്ലെങ്കിൽ അന്നത്തെ പ്രമാണികളോട് പോരാടാനുള്ള ആത്മധൈര്യം ബാബയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. എഴുത്തുകൊണ്ട് നമ്മളെ തടസ്സപ്പെടുത്തുകയും നമ്മുടെ വിശ്വാസം തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യാൻ പരിശ്രമിച്ചവരോട് എഴുത്തിന്റെ ഭാഷയിൽ തന്നെ സഭ്യമായ രീതിയിൽ തന്നെ മറുപടി പറയുവാൻ ബാബയ്ക്ക് സാധിച്ചു. ബാബ ചുരുങ്ങിയ ഒരു മനുഷ്യനായിരുന്നില്ല. വെറുതെ ഒരു പ്രാർത്ഥനക്കാരൻ മാത്രമായിരുന്നില്ല. പ്രാർത്ഥനയ്ക്കും അപ്പുറം പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടിയ മനുഷ്യനായിരുന്നു ബാബ. ആ വലിയ കഴിവ് സുറിയാനി സഭയ്ക്ക് ഇന്നും പൈതൃകമായി ലഭിച്ചിരിക്കുന്നു. മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തമാർക്കെല്ലാം പ്രാർത്ഥിക്കാനും പോരാടാനും സമചിത്തതയോടെ വീക്ഷണത്തോടെ ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെഞ്ഞാമുക്ക് പള്ളിയിൽ പ്രാർത്ഥന അർപ്പിക്കാനായിട്ട് പോയി. അവിടെ നടന്നൊരു സംഭവമാണ്. പെഞ്ഞാമുക്ക് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള കുരിശങ്കൽ യാക്കോബ് ഫസ്കോയുടെ തിരുശേഷിപ്പുണ്ട്. ബാബ അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവിഭാഗം അതിന് തൊട്ട് മുമ്പുള്ള പള്ളിയിൽ വലിയ ശബ്ദത്തിൽ വലിയ മൈക്ക് വെച്ച് ആഘോഷിച്ച് ബാബയുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ തക്കവണ്ണം വലിയ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുക. അന്ന് അവിടെ നടന്നവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ബാബ മൈക്ക് ഓപ്പറേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ മൈക്ക് ഓഫ് ചെയ്തേക്ക്, അവര് പ്രാർത്ഥിച്ചോട്ടെ, നമ്മുടെ മൈക്ക് ഓഫ് ചെയ്തേക്ക്. ബാബ അവിടെ നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചു. ആളുകൾ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം കേൾക്കാവുന്ന ഉച്ചയിൽ. വീണ്ടും പള്ളിയകത്ത് ബാബ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അവർ വലിയ പ്രദക്ഷിണവുമായിട്ട് വന്നിട്ട് വലിയ കാഹളങ്ങളോടെ ശബ്ദങ്ങളോടെ അട്ടഹസിച്ചുകൊണ്ട് ബാബയുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ പരിശ്രമിച്ചു. അവിടെയും ബാബ പറഞ്ഞത്, മതി, നമുക്ക് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ മതി, അവരവരുടെ ആഘോഷങ്ങളുമായി പോകട്ടെ. ഞാനിത് പറഞ്ഞത് മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന എല്ലാ പിതാക്കന്മാരിലും സുറിയാനി സഭയിൽ ഈ ദിവ്യ ചൈതന്യം കാണാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ്. ബാബ അവരെ പരിശുദ്ധ സിംഹാസനത്തിൽ ലഭിച്ച ആ കൃപകളെ പാലിക്കാൻ, ആ സഹിഷ്ണുതയെ പാലിക്കാൻ, ആ സൗമ്യതയെ പാലിക്കാൻ സാധിച്ചുവെങ്കിൽ തുടർന്നും ഈ സഭ മുന്നോട്ടുള്ള എല്ലാ പിതാക്കന്മാരിലും പരിശുദ്ധനായ പൗലോസ് മർക്കൊലോസ് ബാവായിൽ ഉണ്ടായിരുന്ന അതേ സാത്വിക ഭാവം നിലനിർത്താനായിട്ട് സാധിക്കും. അതിന് പരിശുദ്ധാത്മാവ് ശക്തി പകരട്ടെ. പരിശുദ്ധനായ കുർലോസ് ബാവായുടെ പ്രാർത്ഥന നമുക്ക് മാധ്യസ്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ടും പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോണവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പ്രാദേശിക തലവനും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ അഭിനന്യ പിതാവ് അബൂന്മർ ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനി, വന്യ കോർപ്പിസ്കോപ്പാച്ചന്മാർ, ഈ ഇടവകയുടെ അനുഗ്രഹീത വികാരി ഇത്രയും ബഹുമാനപ്പെട്ട പുളിക്കപ്പറമ്പിൽ തോമസ് അച്ഛൻ, സഹവികാരി ഏറ്റവും പ്രിയപ്പെട്ട എബിനച്ചൻ, സഹോദര വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബാബ തിരുമനസ്സുകൊണ്ട് പോകുമ്പോൾ എന്നോട് പറഞ്ഞത് ഇനി ബാക്കിയുള്ള ചരിത്രം അച്ഛൻ പറഞ്ഞു എന്നാണ്. എൻ്റെ പ്രശ്നം ഇനി ബാക്കി ചരിത്രം ഇല്ല എന്നുള്ളതാണ്. പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ചരിത്രത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ശ്രേഷ്ഠ ബാബ തിരുമനസ്സ് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി എന്ത് പരിശുദ്ധനായ കുർലോസ് ബാവയെ കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കണം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ അത്ഭുതത്തോട് നോക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവാലയത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട്. ബാബ ഓർമ്മിപ്പിച്ചതുപോലെ ഇതുപോലെ ഭാഗ്യം കിട്ടിയ ഒരു പള്ളി എത്ര എണ്ണം ശേഷിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളന്തുരുത്തി പള്ളിയിലാണ് രണ്ട് പിതാക്കന്മാർക്ക് കബറടങ്ങിയിട്ടുള്ള മറ്റൊരു ദൈവാലയം. അങ്കമാലി പള്ളിയാണ് രണ്ട് പിതാക്കന്മാരുടെ കബറടമുള്ള മറ്റൊരു ദൈവാലയം. പരിശുദ്ധ സഭയുടെ തെക്കൻ പ്രദേശത്തിലെ കേന്ദ്രം എന്ന് തന്നെ വിളിക്കാവുന്ന മഞ്ഞനിക്കര തേരയിലാണ് പിന്നീട് 5 പിതാക്കന്മാരുടെ കബറടം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിനപ്പുറത്തേക്ക് ഇത്രയും പിതാക്കന്മാർ കബറടങ്ങിയ മറ്റു ദൈവാലയങ്ങൾ മലങ്കര സഭയിൽ വളരെ ചുരുക്കം, എൻ്റെ അറിവിൽ വളരെ പരിമിതമാണ്. അത്രമേൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവകയിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഇടവകയുടെ അനുഗ്രഹീത സന്താനങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ട്. ദൈവം നിങ്ങൾക്ക് തന്ന ഈ വലിയ ഭാഗ്യത്തിന് നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധനായ പൗലോസ് മർക്കൊലോസ് ബാവായുടെ ഓർമ്മ നിർവഹിക്കപ്പെടുമ്പോൾ ബാവായുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും സഭാചരിത്രത്തിൽ ബാവ നിർവഹിച്ച പങ്കിനെ കുറിച്ചുമെല്ലാം വളരെ ഭംഗിയായി ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് നമ്മളോട് കൽപ്പിച്ച് അരുളി ചെയ്തതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാല്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതഗതികളെക്കുറിച്ചും ഒക്കെ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് ക്രൈസ്തവ സമൂഹത്തിന് പൊതുവായും മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രത്യേകമായും ബാവ നിർവഹിച്ചതായ, ബാവ ചെയ്തതായ കൃപകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും പലപ്പോഴും
നമുക്ക് വേണ്ടത്ര വിധം പരിജ്ഞാനമില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. വിശുദ്ധരുടെ പട്ടികയിൽ ഉൾപ്പെട്ട് നമ്മൾ തുബ്ദേനിൽ പരിശുദ്ധ പിതാവിന്റെ പേര് ഓർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള എഴുത്തുകളും വളരെ ചുരുക്കമാണ് സഭയ്ക്കകത്ത് എന്നുള്ളത് നമ്മുടെ പരാജയമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതോ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ പോയതോ ആയ ഒരു പിതാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ആ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. 2007 മുതൽ മെത്രാപ്പൊലിത്തന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടുന്നവരെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലമുണ്ടായി. അതിൽ 2 പേരുകളാണ് പ്രധാനമായിട്ട് ഉയർന്നു കേട്ടത്. ഒന്ന് കൊച്ചുപറമ്പിൽ പൗലോസ് എന്ന് പറയുന്ന റമ്പാച്ചന്റെയും മറ്റൊന്ന് വട്ടശ്ശേരിൽ ഗീവർഗീസ് എന്ന് പറയുന്ന റമ്പാച്ചന്റെയും. വടക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കണ്ടനാട്, കൊച്ചി, ഭദ്രാസനങ്ങളിലെല്ലാം വളരെ ശക്തമായി ഉയർന്നു കേട്ട പേര് പരിശുദ്ധനായ പൗലോസ് റമ്പാച്ചന്റെ ആണെങ്കിൽ തെക്കൻ ഭദ്രാസനങ്ങളിൽ ഉയർന്നു കേട്ട പേര് വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മൽപ്പാനച്ചന്റെയാണ്. 2 പേരും സുഹൃത്തുക്കളായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. എങ്കിലും ഈ പേരുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. ഇവർക്കിതിന് സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. വട്ടശ്ശേരി തിരുമേനിയെ തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു തടസ്സവും ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞു നല്ല മനുഷ്യനാണ്, കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യനാണ്, ഇതെങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുപോകാമെന്ന് കഴിവുള്ള മനുഷ്യനാണ്. അത് ആവശ്യവുമായിരുന്നു. കാരണം അന്ന് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ, ആംഗ്ലിക്കൻ മിഷണറിമാരുടെ നല്ല സ്വാധീനം നിലനിൽക്കുന്ന സമയമാണ്. അവരോട് മല്ലടിച്ചു പോരാൻ, അവരോട് മത്സരിച്ചു പോരാൻ തക്ക ബുദ്ധിയും ശക്തിയും പ്രാപ്തിയുമുള്ള ഒരാൾ വേണം എന്ന് നിർബന്ധമാണ്. മറ്റൊന്ന്, കത്തോലിക്ക സഭയിലേക്ക് ചേർക്കപ്പെടുവാനുള്ള ചില പരിശ്രമങ്ങൾ, കത്തോലിക്ക സഭയിലേക്ക് തിരികെ ചേരുവാനുള്ള പല പരിശ്രമങ്ങൾ അക്കാലം മുതലേ നിലനിന്നിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. അതിൽ മർത്തോമൻ ആറാമന്റെ പങ്ക് ചെറുതല്ല. അദ്ദേഹത്തിന്റെ കാലം മുതലുള്ള ചില പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ തന്നെ ഈ പരിശുദ്ധ സഭയെ ഉറപ്പിച്ചു നിർത്താനുള്ള അധ്വാനം, അതിനുള്ള തക്ക ബുദ്ധിയും ശക്തിയും പ്രാപ്തിയും ഉള്ള ഒരാളെ തന്നെ മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് സഭയുടെ അന്നത്തെ ദൃഢനിശ്ചയത്തിന്റെ ഭാഗമാണ്. അതിൽ വട്ടശ്ശേരി തിരുമേനി വളരെ കൃത്യമായുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. അപ്പോൾ കുർലോസ് തിരുമേനിക്ക് എന്താണ് പ്രശ്നം? ആളുകൾ പറഞ്ഞു, പൗലോസ് റമ്പാച്ചൻ നല്ല മനുഷ്യനാണ്, എല്ലാം കൃത്യമായി ചെയ്യുന്ന വളരെ സാധുവായൊരു മനുഷ്യനാണ്. ഒരു മെത്രാസനൊക്കെ ആയിട്ട് ഭരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടോ എന്നറിയില്ല. പക്ഷെ ഒന്നറിയാം, അതിനെ ആകെ കൂടി അറിയാവുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമാണ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെന്ന് പറഞ്ഞത്. അതിന് ആകെ കൂടി അറിയാവുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമാണ്. സ്നേഹമുള്ളവരെ, ഒരു മെത്രാപ്പൊലീത്തയ്ക്ക് ഉണ്ടാകേണ്ട സഹജമായ ഗുണം, ഒരു ഇടയശ്രേഷ്ഠൻ ഉണ്ടാകുന്ന സഹജമായ ഗുണം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് പരിശുദ്ധനായ കുർലോസ് ബാവായുടെ ജീവിതത്തിൽ മുഴുവൻ വിളങ്ങിയ അദ്ദേഹത്തിന്റെ പ്രകാശം. അദ്ദേഹം വലിയ ഭരണസാമർഥ്യമുള്ള മനുഷ്യനായിരുന്നില്ല. ആളുകളെ വരച്ചു വരയിൽ നിർത്താൻ കഴിവുള്ള ആളായിരുന്നില്ല. തന്റെ വാക്കുകൾ ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്രൂക്കഡായ മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് പ്രാർത്ഥിക്കാനായിരുന്നു. അതുകൊണ്ടാണ് രാത്രിയുടെ യാമങ്ങളിൽ പഴയ സെമിനാരിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ എവിടെ പോകണമെന്നറിയാതെ കഷ്ടപ്പെട്ട 2 മനുഷ്യരായിരുന്നു ഒരുമിച്ച് ഇറങ്ങിയത്. പരിശുദ്ധനായ സ്ലീബാമർ സാത്യോസ് ബാവായും പരിശുദ്ധനായ കുർലോസ് ബാവായും. 2 പേർക്കും അറിയില്ല ഇനി എങ്ങോട്ട് പോകണമെന്ന്. ചെന്നിരിക്കാൻ, കയറി കിടക്കാൻ ഒരു ഇടമില്ലാതെ വെറും അനാഥരായി ഇറക്കപ്പെട്ട 2 പിതാക്കന്മാരാണ്. ആ പിതാക്കന്മാരെ സ്വീകരിച്ച ഇടവകയാണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, നിങ്ങളുടെ ഭാഗ്യം വളരെ വലിയ ഭാഗ്യമാണ്. ചരിത്രത്തിലേക്ക് വീണ്ടും ആ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു വിഷയത്തിലേക്ക്, മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഏറ്റവും ഭംഗിയായി പരിശുദ്ധനായ പൗലോസ് കുർലോസ് ബാവായെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എന്താണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. നമുക്കറിയാം, സഭയ്ക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന പ്രാർത്ഥനയായിരുന്നു. ദൃഢമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അധികാരങ്ങൾ തന്റെ മുമ്പാകെ ഒഴുകിപ്പോയപ്പോഴും അദ്ദേഹം പറഞ്ഞു, എനിക്കിതല്ല, പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയിൽ ചുരുങ്ങിപ്പോയത് കൊണ്ട് തന്നെയാണ്, പ്രാർത്ഥനയ്ക്കായി തന്റെ ജീവിതത്തെ ചുരുക്കിയത് കൊണ്ടാണ് ലോകത്തിന്റെ മുമ്പാകെ ഒരു എക്സ്പോഷർ കൊടുക്കാൻ ബാവായ്ക്ക് സാധിക്കാതെ പോയത്. ബാവ എപ്പോഴും ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യത്തിലിരിക്കുക എന്ന് തന്നെയാണ്. ബാവ ചുമതല ഏൽക്കുന്ന സമയത്ത് മലങ്കര സഭയുടെ സ്ഥിതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ സാമൂഹിക സ്ഥിതി എന്ന് പറയുന്നത് അതിഭയാനകമായ സാഹചര്യമാണ്. ജാതി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാലും ജാതിയുടെയും മതത്തിന്റെയും കോമരം തുള്ളുന്ന കാലത്തിന്റെ മധ്യത്തിലാണ് ബാവ ജീവിക്കുന്നത്. വലിയ ജ്ഞാനിയായിരുന്നു ബാവ. ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് അത് ഓർമ്മിപ്പിച്ചു. വലിയ പണ്ഡിതൻ,
വായിച്ചുള്ള അറിവുള്ള വലിയ ജ്ഞാനിയായ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ലോകം മുന്നോട്ട് പോകണമെങ്കിൽ, ലോകഗതിയിൽ കേരള സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ ഇവിടെ വാർത്തെടുക്കപ്പെടണമെന്ന് ബാവയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബാവ ചെന്ന ഇടങ്ങളിലെല്ലാം നല്ല സ്കൂളുകൾ സ്ഥാപിക്കാൻ, പ്രത്യേകിച്ച് അന്നത്തെ ഇംഗ്ലീഷ് മേധാവിത്വത്തോട് പൊരുതി നിൽക്കാൻ, അവരോട് ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിൽ മുന്നേറണമെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് ബാവയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആശയം ബാവയുടെ ഉള്ളിൽ വളരെ കാര്യമായി അങ്കുരിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിൽ നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള സ്ഥലങ്ങൾ സ്ഥാപിക്കാൻ ബാവ ആഗ്രഹിച്ചു. വിദ്യ കൊണ്ട് മാത്രമേ മനുഷ്യൻ സ്വതന്ത്രരാകൂ എന്ന കാഴ്ചപ്പാട്. 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ചേതോവികാരങ്ങളിൽ ഒന്ന് ഞങ്ങൾ സ്വതന്ത്രരാണെന്ന് ചിന്തിക്കാനുള്ള മനുഷ്യന്റെ ബോധം, നവോത്ഥാനം. ആ ബോധങ്ങളിലേക്ക് അന്നത്തെ കേരള സമൂഹത്തെ കൊണ്ടെത്തിക്കുവാൻ പരിശ്രമിച്ച ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താക്കളിൽ, വിദ്യാഭ്യാസ നിരീക്ഷകന്മാരിൽ ഒരാളായിരുന്നു പരിശുദ്ധനായിരിക്കുന്ന കൂർലോസ് ബാവ. പക്ഷെ നമ്മുടെ ചരിത്രത്തിലെങ്ങും അദ്ദേഹത്തെ അങ്ങനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പിതാവായിട്ട് അദ്ദേഹത്തെ ചുരുക്കുകയാണ്. അത് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള അദ്ദേഹത്തെ പരിശ്രമങ്ങളെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ പരാജയമായിട്ട് മനസ്സിലാക്കണം. എറണാകുളം ജില്ലയില് വടവുകോട്, പിറവം, പുറ്റമണ്ണൂർ, ഊരക്കാട്, വെണ്ണിക്കുളം തുടങ്ങിയ ധാരാളം പ്രദേശങ്ങളിൽ അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. വെറുതെ കുറെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നതല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനുമപ്പുറത്തേക്ക് ജാതി, വർണ്ണ, വർഗ വ്യത്യാസങ്ങൾക്കപ്പുറം എല്ലാവർക്കുമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പെൺകുഞ്ഞുങ്ങളെ പള്ളിയിൽ വിടാൻ, സ്കൂളുകളിൽ വിടാൻ സുറിയാനി ക്രിസ്ത്യാനികൾ പോലും മടിച്ചിരുന്ന കാലത്ത് ബാവ പറഞ്ഞു, നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ വിടണം, അവരവിടെ പഠിക്കണം, അവർക്ക് വിദ്യ ലഭിക്കണം, ഒരു പ്രബുദ്ധരാവണം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി നിങ്ങളുടെ പെൺമക്കൾക്കും ലഭിക്കണമെന്ന് ചിന്തിക്കുകയും അതിനായിട്ട് സ്കൂളുകളെ പ്രമോഷൻ നടത്തുകയും അതിനായി കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത പിതാവാണ് പരിശുദ്ധനായ കൂർലോസ് ബാവ. അന്ന് സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്ന് നമ്മൾ ഇന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അധകൃത വർഗം എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇന്ന് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ആളുകൾ, അവർക്ക് സ്കൂളിൽ പോയിട്ട് പൊതു ഇടങ്ങളിൽ പോലും നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലത്താണ് പരിശുദ്ധനായ കൂർലോസ് ബാവ പറഞ്ഞത്, നിങ്ങൾ വർണ്ണ വ്യത്യാസങ്ങൾക്കും ജാതി വ്യത്യാസങ്ങൾക്കും അപ്പുറം വിദ്യ എല്ലാവർക്കും ഒരുപോലെ വേണ്ടുന്നതാണ്, എല്ലാവർക്കും അതിൽ തുല്യ അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തിയ പരിശുദ്ധന്റെ പേരാണ് പരിശുദ്ധനായ കൂർലോസ് ബാവ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു വലിയ ചിന്ത എന്ന് പറയുന്നത്, there should be a moral community in our society. അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമാണ്. വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമാവില്ല, സമൂഹത്തിൽ സാൻമാർഗികത വളർത്തപ്പെടുന്ന ഒരു സമൂഹം രൂപപ്പെടണം. മൊറാലിറ്റിയിൽ അധിഷ്ഠിതമായിക്കൊണ്ടിരിക്കുന്ന, എത്തിക്സിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടണമെന്ന് ബാവ വല്ലാതെ ആഗ്രഹിച്ചു. അതിന്റെ പരിണിത ഫലമായിരുന്നു വടവോട് സ്ഥാപിച്ച സ്കൂളിനോട് ചേർന്ന് അദ്ദേഹം ആരംഭിച്ച ഒരു സന്മാർഗിക പാഠാവലി, അല്ലെങ്കിൽ ഒരു സന്മാർഗിക സിലബസ്. മോറൽ എത്തിക്സിനെ കുറിച്ച് കാര്യമായ അറിവ് അന്നത്തെ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ബാവ പരിശ്രമിച്ചു. അതൊന്നും ബാവയുടെ ചരിത്രത്തിൽ ആരും രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അല്ലെങ്കിൽ ബാവയെ കുറിച്ച് പറയുമ്പോൾ അതാരും പറയുന്നില്ല എന്നുള്ളതാണ്. ഒരു മോറൽ സൊസൈറ്റി ഉണ്ടാകണം. ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് മൊറാലിറ്റി നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളതാണ്. സാൻമാർഗികതയെ കുറിച്ച് സംസാരിക്കുന്ന പോലും തെറ്റാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം കൂടി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട്. പിള്ളേർ തോന്നുന്ന രീതിയിൽ ജീവിച്ചോട്ടെ, ആരാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ കൽപ്പുള്ളവൻ ആരാണെന്ന് ചോദിക്കുക, ചോദ്യം ചെയ്യുന്നവർ അടിച്ചമർത്തപ്പെടുകയാണ്. അവിടെയാണ് ബാവ സ്ഥാപിച്ചത്. ബാല്യത്തിൽ തന്നെ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുന്ന കാലത്ത് തന്നെ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ളൊരു ജ്ഞാനം അവർക്കുണ്ടാകണം. അതുകൊണ്ടൊരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം, ഹൗ ഷുഡ് ബി എ സിവിലിയൻ, എ ഗുഡ് സിവിലിയൻ ആകാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു മോറൽ വാല്യൂസ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥാപനമായി തൻ്റെ സ്കൂളുകളെ മാറ്റിയെടുക്കാൻ ബാവയ്ക്ക് സാധിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു ദർശനമായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ചിന്ത കൃഷി എന്നുള്ളതായിരുന്നു. സെൽഫ് ഡെവലപ്ഡ് ചേർച്ചസ്, അത് അദ്ദേഹത്തിന്റെ വലിയ കാഴ്ചപ്പാടായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച എല്ലാ പള്ളികൾക്ക് ചുറ്റും ധാരാളം വൃക്ഷലതാദികൾ വിട്ടുപിടിപ്പിച്ചു. അത് ആലുവയിലെ വലിയ തിരുമേനിയും ധാരാളമായി ചെയ്തിരുന്നു. അവരെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നാളെ പള്ളിയിൽ വരുന്ന ജനത്തിന്റെ പൈസ കൊണ്ടല്ല പള്ളി നടക്കേണ്ടത്, നേരെ മറിച്ച് പള്ളി അതിന് എക്യുപ്ഡ് ആകണം. പള്ളി എക്യുപ്ഡ് ആവുകയും അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ആ ഇടവകയിലെ സാധുക്കൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണം. അബ്രഹാം നഷീർത്തോടെ പ്രാർത്ഥന, വിശുദ്ധ കുർബാന തക്സയില് നമ്മളൊരു പ്രാർത്ഥന അവസാനം ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, കർത്താവേ ഈ ഇടവകയിലെ ധനമുള്ളവരെ നീ കാത്തുകൊള്ളണമേ,
ആ ധനമുള്ളവരാൽ തന്നെ ഈ ഇടവകയിലെ ദരിദ്രന്മാരും സാധുക്കളും അഗതികളും പോറ്റി പുലർത്തപ്പെടുമാറാകണേ. ഒരു പ്രാർത്ഥനയാണ്. ഒരിക്കലും ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, അച്ഛൻ പാവങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കച്ച, അച്ഛൻ ധനമുള്ളവരെ മാത്രം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, അച്ഛൻ കാശുള്ളവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി വെച്ച അല്ല. ആ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ വരി ഇങ്ങനെയാണ്: അവരാൽ ഇവിടുത്തെ സാധുക്കൾ അനാഥർ പോറ്റിപ്പുലർത്തപ്പെടണം. പൈസയുള്ളവരുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ അത് അവർക്ക് മാത്രമല്ല, അത് ഈ ഇടവകയ്ക്ക് പൊതുവായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കപ്പെടണം. അങ്ങനെ ചിന്തിക്കണം. അതിന് ഉള്ള അധ്വാനം ചെയ്ത പിതാവായിരുന്നു പരിശുദ്ധനായ കൂർലോസ് ബാവ. അതുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച എല്ലാ ഇടങ്ങളിലും അദ്ദേഹം സെൽഫ് സഫിഷ്യന്റ് ആകാനായിട്ട് പരിശ്രമിച്ചു. ബാബ ഓർമ്മിപ്പിച്ച ഒരു സംഭവം ഞാൻ ഒന്നുകൂടി പറയുക. പഴയ സെമിനാറിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം, പഴയ സെമിനാറിലെ കുട്ടികൾക്ക്, സെമിനാരി കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരത്തിനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹം അവിടെ നട്ടുപിടിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ പരിശ്രമമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പോത്താനിക്കാട്, മൂവാറ്റുപുഴയ്ക്കടുത്ത് പോത്താനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു സംഭവമാണ്. അവിടെ അദ്ദേഹം 300 ഏക്കർ സ്ഥലം സഭയ്ക്ക് വേണ്ടി സമ്പാദിച്ചു. ആ സ്ഥലം ഇന്നും അറിയപ്പെടുന്നത് മെത്രാൻ കൂപ്പ് എന്ന പേരിലാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ കയ്യിൽ ഇന്ന് ആ സ്ഥലമില്ല. പക്ഷെ അദ്ദേഹം അവിടെ ധാരാളം കൃഷി ചെയ്തു. ആ കൃഷി ചെയ്ത സാധനങ്ങൾ കൊണ്ട് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് അത് പ്രയോജനപ്പെടുന്ന വിധത്തിൽ അത് ഉപയോഗിക്കുവാൻ ബാബ പരിശ്രമിച്ചു. ഇന്നുപോലും അങ്ങനെ ചിന്തിക്കുന്ന പിതാക്കന്മാരെ കണ്ടെത്തുക പ്രയാസമാണ്. എൻ്റെ ഇടവക, എൻ്റെ മക്കൾ സെൽഫ് സഫിഷ്യന്റ് ആവണം. ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ എൻ്റെ മക്കൾ ജീവിക്കാനുള്ള ആഹാരത്തിനുള്ള വക ഞാൻ കണ്ടെത്തി കൊടുക്കും എന്ന ദൃഢനിശ്ചയത്തോടെ സഭയെ മുന്നോട്ട് നയിച്ച പിതാവാണ് അദ്ദേഹം. നാലാമത്തെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചിന്ത, അക്ഷരങ്ങളിലൂടെയും ആനുകാലികങ്ങളിലൂടെയും മാത്രമേ സഭയ്ക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്ന അദ്ദേഹത്തിന്റെ ആശയമാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് ആശയത്തിൽ പറഞ്ഞ ധാരാളം മാസികകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു കാലമാണ്. ധാരാളം മാസികകൾ, ഒത്തിരി എഴുത്തുകൾ ആളുകളുടെ ഇടയിൽ പ്രചരിക്കപ്പെട്ടു. നമ്മളിങ്ങനെ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല. ഇത് എഴുതി വെച്ചാൽ നമ്മളെക്കാൾ അപ്പുറം, പറയുന്നതിനേക്കാൾ അപ്പുറം, ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് പറയുന്നത് 4 പേര് കേൾക്കുന്നത്. പണ്ട് ഇവിടെ പ്രസംഗിക്കുന്ന പ്രസംഗം ഇവിടെ കൊണ്ട് അവസാനിക്കും. പക്ഷെ ബാവാക്ക് മനസ്സിലായി അങ്ങനെ അവസാനിക്കാനുള്ളതല്ല. അതുകൊണ്ട് ബാവ അത് പ്രിന്റ് മീഡിയയിലേക്ക്, അന്ന് പ്രിന്റ് മീഡിയയുടെ ആരംഭമായിട്ടുള്ളൂ, അതിലേക്ക് ബാവ പരിശ്രമിച്ചു. ആംഗ്ലിക്കൻ മിഷണറിമാര്, സീമസ് മിഷണറിമാര് നടത്തിക്കൊണ്ടിരുന്ന ധാരാളം എഴുത്തുകൾ ഉണ്ടായിരുന്നു. സുറിയാനി സഭയുടെ വിശ്വാസം തെറ്റാണ്, കഴിവില്ലാത്തതാണ്, മോശമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനൊരു മറുപടി ബാവ ചെയ്തത് ഇടവക പത്രിക എന്ന് പറയുന്ന ഒരു മാഗസിൻ ആരംഭിക്കുക എന്നുള്ളതാണ്. അവരെഴുതി വിടുന്ന ഓരോ എഴുത്തിനും മറുപടിയായിട്ട് ഇവിടെ നിന്ന് ഇടവക പത്രികയിലൂടെ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു. പുലിക്കോട്ടിൽ 2-ാമൻ തിരുമേനിയാണ് അതിന്റെ പ്രാരംഭം കുറിച്ചയാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പുലിക്കോട്ടിൽ തിരുമേനി ഏൽപ്പിച്ചത് പരിശുദ്ധനായ കൂർലോസ് ബാവയാണ്. കൂർലോസ് ബാവയാണ് പിന്നീട് അത് ആരംഭിക്കുന്നത്. അതിന്റെ ആദ്യത്തെ പ്രവർത്തകർ എന്ന് പറയുന്നത് മുളന്തുരുത്തിക്കാരനായ ശ്രീ TM ചാക്കോയിലൂടെ, പിന്നീട് സഭയിൽ ഏറ്റവും അറിയപ്പെടുന്ന EM ഫിലിപ്പിലൂടെ ആ ഇടവക പത്രിക എന്ന് പറയുന്ന മാഗസിൻ ആരംഭിച്ചു. അതിന്റെ അവസാനം എന്താണെന്നുള്ളതാണ് ഏറ്റവും രസകരം. മിഷണറിമാരുടെ മാസികകൾ തങ്ങളുടെ പരിഹാസവും വിയോജനക്കുറിപ്പുകളും എഴുതുന്ന പരിപാടി അവസാനിപ്പിക്കുന്നത് വരെ ബാവ ഈ തന്റെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് എഴുത്തുകളുടെ ലോകത്തേക്ക് ബാവ പ്രവേശിപ്പിക്കുകയും എഴുത്തുകൊണ്ട് നമ്മളെ തടസ്സപ്പെടുത്തുകയും നമ്മുടെ വിശ്വാസം തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യാൻ പരിശ്രമിച്ചവരോട് എഴുത്തിന്റെ ഭാഷയിൽ തന്നെ, സഭ്യമായ രീതിയിൽ തന്നെ മറുപടി പറയുവാൻ ബാവയ്ക്ക് സാധിച്ചു. 5-ാമത്തെ ബാവയുടെ ഏറ്റവും വലിയ ചിന്ത ഞാൻ അവസാനിപ്പിക്കുക. അത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്ന് ബാവ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ അന്നുണ്ടായിരുന്ന ജാതി കോമരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ജാതിയല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത ക്രമീകരണമാണ്. അത് അദ്ദേഹം പറയാൻ കാരണമുണ്ടായിരുന്നു. അത് നമ്മളെപ്പോലും അദ്ദേഹം പഠിപ്പിച്ചു. ജാതി മത ചിന്തകൾ കൊണ്ട് അധിഷ്ഠിതമായിരുന്നു നമ്മുടെ സമൂഹം. ഇതര സമുദായങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അധകൃതമായ വർഗ്ഗങ്ങളിൽ നിന്നോ ഒരാൾ ക്രിസ്തുമതം സ്വീകരിച്ച് പള്ളിയിലേക്ക് വന്നാൽ നമ്മുടെ ആളുകൾക്ക്, സുറിയാനി ക്രിസ്ത്യാനികൾക്ക് കൂടെ ഇരുത്താൻ അന്നും ഇന്നും പ്രയാസമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പ്രയാസം ഉണ്ടായിരുന്നു. പള്ളിയിൽ വരുന്ന, വിശ്വാസം സ്വീകരിച്ച് സഭയിലേക്ക് വരുന്ന പുതു ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുമായിരുന്നു സഭയിലുള്ളവർ. സഭയിലുള്ളവർ. ബാവ ചെയ്ത പരിപാടി വടക്കൻ കണ്ണൂര്, കുറുപ്പമ്പടി, കണ്ടനാട്, കടമ്പനാട്, കായംകുളം, കോഴിപ്പള്ളി, പെരുവ, അരീപ്പറമ്പ്, അയർക്കുന്നം, മാലം, മണർക്കാട്, ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അങ്ങനെ വരുന്നവർക്ക് വേണ്ടി ബാവ പള്ളികൾ സ്ഥാപിച്ചു. പണ്ടത് അറിയപ്പെട്ടിരുന്നത് പുലയ പള്ളികളിൽ നിന്നാണ്. അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പുരോഹിതരെ നിയമിച്ചു. എന്നിട്ട് ബാവ പഠിപ്പിച്ചു, എന്ന് നിങ്ങൾ ഒന്നാകുന്നോ അന്നേ ഈ സഭയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ അവര് പുതുക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ ഒരു കാലത്ത് പുതുക്രിസ്ത്യാനികളായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നമ്മൾ ഒരേ അപ്പത്തിന്റെ അംശികളാണെന്ന ബോധ്യം
നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ഈ സഭയിൽ അനുഗ്രഹീതമായ ഒരു ഭാവി ഉണ്ടാകൂ എന്ന് ബാവ പഠിപ്പിച്ചു. അതിനുവേണ്ടി ധനമുള്ളവരോട് പോരാടാനുള്ള ആത്മധൈര്യം, അല്ലെങ്കിൽ അന്നത്തെ പ്രമാണികളോട് പോരാടാനുള്ള ആത്മധൈര്യം ബാവയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബാവ വെറും ഒരു പ്രാർത്ഥനക്കാരൻ മാത്രമായിരുന്നില്ല, പോരാടിയ മനുഷ്യനായിരുന്നു. പോരാട്ടം സഭയ്ക്കുള്ളിലും പുറത്തും ഒരുപോലെ നിർവഹിക്കേണ്ടതായിട്ട് ബാവയ്ക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബാവ ചുരുങ്ങിയ ഒരു മനുഷ്യനായിരുന്നില്ല, വെറുതെ ഒരു പ്രാർത്ഥനക്കാരൻ മാത്രമായിരുന്നില്ല. പ്രാർത്ഥനയ്ക്കും അപ്പുറം പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടിയ മനുഷ്യനായിരുന്നു ബാവ. ആ വലിയ കഴിവ് സുറിയാനി സഭയ്ക്ക് ഇന്നും പൈതൃകമായി ലഭിച്ചിരിക്കുന്നു. മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പോലിത്തമാർക്കെല്ലാം പ്രാർത്ഥിക്കാനും പോരാടാനും സമചിത്തതയോടെ വീക്ഷണത്തോടെ ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെഞ്ഞാമുക്ക് പള്ളിയിൽ പ്രാർത്ഥന അർപ്പിക്കാനായിട്ട് പോയി. അവിടെ നടന്നൊരു സംഭവമാണ്. പെഞ്ഞാമുക്ക് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള കുരിശെങ്കിൽ യാക്കോബ് മഫസ്കോയുടെ തിരുശേഷിപ്പുണ്ട്. ബാവ അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവിഭാഗം അതിന് തൊട്ട് മുമ്പുള്ള പള്ളിയിൽ വലിയ ശബ്ദത്തിൽ വലിയ മൈക്ക് വെച്ച് ആഘോഷിച്ച് ബാവയുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ തക്കവണ്ണം വലിയ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുക. അന്ന് അവിടെ നടന്നവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ബാവ മൈക്ക് ഓപ്പറേറ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ മൈക്ക് ഓഫ് ചെയ്തേക്ക്, അവര് പ്രാർത്ഥിച്ചോട്ടെ, നമ്മുടെ മൈക്ക് ഓഫ് ചെയ്തേക്ക്. ബാവ അവിടെ നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചു. ആളുകൾ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം കേൾക്കാവുന്ന ഉച്ചയിൽ. വീണ്ടും പള്ളിയകത്ത് ബാവ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അവർ വലിയ പ്രദക്ഷിണവുമായിട്ട് വന്നിട്ട് വലിയ കാഹളങ്ങളോടെ ശബ്ദങ്ങളോടെ അട്ടഹസിച്ചുകൊണ്ട് ബാവയുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ പരിശ്രമിച്ചു. അവിടെയും ബാവ പറഞ്ഞത്, മതി, നമുക്ക് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ മതി, അവരവരുടെ ആഘോഷങ്ങളുമായി പോകട്ടെ. ഞാനിത് പറഞ്ഞത് മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന എല്ലാ പിതാക്കന്മാരിലും സുറിയാനി സഭയിൽ ഈ ദിവ്യ ചൈതന്യം കാണാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ്. ബാവ അവരെ പരിശുദ്ധ സിംഹാസനത്തിൽ ലഭിച്ച ആ കൃപകളെ പാലിക്കാൻ, ആ സഹിഷ്ണുതയെ പാലിക്കാൻ, ആ സൗമ്യതയെ പാലിക്കാൻ സാധിച്ചുവെങ്കിൽ തുടർന്നും ഈ സഭ മുന്നോട്ടുള്ള എല്ലാ പിതാക്കന്മാരിലും പരിശുദ്ധനായ പൗലോസ് മർക്കുലോസ് ബാവായിൽ ഉണ്ടായിരുന്ന അതേ സാത്വിക ഭാവം നിലനിർത്താനായിട്ട് സാധിക്കും. അതിന് പരിശുദ്ധാത്മാവ് ശക്തി പകരട്ടെ. പരിശുദ്ധനായ കുർലോസ് ബാവായുടെ പ്രാർത്ഥന നമുക്ക് മാധ്യസ്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വലിയ സദസ്സിൽ ഒരുമിച്ച് ശ്രേഷ്ഠഭാവ തിരുമനസ്സിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് ബലഹീനമായ ശബ്ദത്തിൽ പരിശുദ്ധനായ പൗലോസ് മർക്കുലോസ് ബാവയെ കുറിച്ച് അനുസ്മരിക്കുവാനുള്ള ഭാഗ്യം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം അനുവദിച്ച ശ്രേഷ്ഠഭാവ തിരുമനസ്സിന്റെ സന്നിധിയിൽ എൻ്റെ എല്ലാ നന്ദിയും സ്നേഹവും സമയത്ത് കരേറ്റി ഭയഭക്തി ബഹുമാന ആദരവുകൾ പ്രകടിപ്പിക്കുന്നു. ഒപ്പം ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട പുളിക്കർപ്പച്ചനോടും എബിനച്ചനോടും എല്ലാ കോർപ്പിസ്കോപ്പച്ചന്മാരോടും സഹോദര വൈദികരോടും നിങ്ങൾ ഓരോരുത്തരോടും, പ്രത്യേകിച്ച് പള്ളിയുടെ ഭരണസമിതി, പ്രിയപ്പെട്ട ട്രസ്റ്റിമാര്, സെക്രട്ടറി, എല്ലാവരോടുമുള്ള നന്ദി. ഈ പരിപാടി ക്രമീകരിക്കുവാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ബെവി കടവുംഭാഗം സാറാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഒറ്റ വാക്കിൽ സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.